ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസ്സലാത്തു വസ്സലാമുൽ അതമ്മാനിൽ അക്മലാനി അലാ ഖൈരി ഖൽഖില്ലാഹി അജ്മഈൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅസ്വാജിഹി ത്വയ്യിബീന ത്വാഹിരീൻ. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ ഇന്നു മുതൽ ഈ സമയത്ത് അഖീദത്തു തഹാവിയ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം തഹാവിയുടെ കൊച്ചുകൃതി പഠിക്കാൻ ആരംഭിക്കുകയാണ്. നാഫിയായ ഇൽമ് പഠിക്കുവാനും പകർത്തുവാനും അത് പ്രചരിപ്പിക്കുവാനും നമ്മൾക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. നമ്മൾ പഠിക്കുന്ന ഗ്രന്ഥം അഖീദയുമായി ബന്ധപ്പെട്ടുള്ളതാണ് എന്ന് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അഖീദ എന്ന വാക്കിനർത്ഥം നമ്മളിൽ പലർക്കും അറിവുള്ളതുപോലെ അഖദ എന്ന വാക്കിൽ നിന്ന് വന്നതാണ്. വമിൻ ശർരിൻ നഫാസാത്തി ഫിൽ ഉഖദ്, കെട്ടുകളിൽ ഊതുന്നവരുടെ കെടുതികളിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുന്നു എന്ന് ഖുർആനിലെ ആയത്തിൽ വന്നിട്ടുണ്ട്. അവിടെ കെട്ടുകൾ എന്ന് പറയുന്നത് ബന്ധിക്കുക, കയറുകൾക്ക് കെട്ടിടുക, നൂലുകൾക്ക് കെട്ടിടുക, ഊതുക, മന്ത്രവാദം നടത്തുക തുടങ്ങിയ പരിപാടികളുടെ ഭാഗമായി ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ അവിടെ അഖദ ഉഖദ് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് കെട്ടിനെ സംബന്ധിച്ചാണ്. ബന്ധിക്കുക, ഉറപ്പിക്കുക എന്നൊക്കെയാണ്. മനസ്സിലൊരു കാര്യം ഉറപ്പിക്കുന്നതിനും അഖദ എന്നാണ് പറയുക. അഖദ നിയ അലൽ ഉംറ ചെയ്യാൻ നിയത്ത് ചെയ്തു എന്ന് അർത്ഥം പറയാൻ പറ്റും. മനസ്സിൽ ഉറപ്പിക്കുന്ന സംഗതിക്ക് അപ്പോൾ എന്ത് പറയാം? അഖദ എന്ന് പറയാം. അഖീദ എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിൽ ഉറപ്പിക്കുന്ന കാര്യങ്ങൾ എന്നാണ്. ഭാഷാപരമായ അർത്ഥമാണ്. സാങ്കേതികപരമായോ, ഒരു വിശ്വാസി നിർബന്ധമായും അവൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ സംബന്ധിച്ചെല്ലാം അഖീദ എന്ന് പറയും. ആളുകൾ അവരുടെ മനസ്സിൽ ഉറപ്പിച്ച കാര്യത്തിനൊക്കെ അഖീദ എന്ന് പറയാം. ആളുകളുടെ മനസ്സിൽ എന്തെല്ലാം ഉറച്ചു പോയിട്ടുണ്ട് അതെല്ലാം അഖീദയാണ്. പക്ഷേ ആളുകളുടെ മനസ്സിൽ ഉറച്ചു പോയതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം. ശരിയുള്ള കാര്യങ്ങളാണെങ്കിൽ അഖീദ സഹീഹ, ശരിയായ വിശ്വാസമാണ്, ശരിയായ അഖീദയാണ്. തെറ്റായ കാര്യങ്ങളാണ് അവരുടെ മനസ്സിൽ ഉറപ്പിച്ചിട്ടുള്ളതെങ്കിലോ അത് അഖീദ ബാത്തിലാണ്, ബാത്തിലായ വിശ്വാസവും ബാത്തിലായ അഖീദയുമാണ്. അപ്പോൾ രണ്ട് തരത്തിലുള്ള അഖീദ ഉണ്ടെന്ന് മനസ്സിലായി. ഒന്ന് സഹീഹായ അഖീദ, രണ്ടാമത്തത് ബാത്തിലായ അഖീദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ യോഗ്യതനാകുമ്പോൾ മക്കയിലുള്ള ആളുകൾക്ക് അഖീദ ഉണ്ടായിരുന്നു, പക്ഷേ അത് മുഴുവൻ ബാത്തിലായിരുന്നു. വിരലിലെണ്ണാവുന്ന ഏതാനും പേർക്ക് മാത്രമായിരുന്നു ഹനീഫിയത്തിൽ വിശ്വാസമുണ്ടായിരുന്നത്, അതായത് ശിർക്ക് ചെയ്യാത്ത മതത്തിൽ. അപ്പോൾ അഖീദ സഹീഹുണ്ട്, ബാത്തിലുമുണ്ട്. ഇത് ആദ്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സഹീഹായ ശരിയായ അഖീദ പഠിക്കുകയും ഉൾക്കൊള്ളുകയും വേണം. ബാത്തിലായ അഖീദ പഠിക്കുകയും വിട്ടുനിൽക്കുകയും വേണം. അപ്പോൾ പഠിക്കൽ അതും ആവശ്യമാണ്. അത്യാവശ്യമായി ബാത്തിലായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കൽ നമ്മളുടെ സഹിയായ അഖീദയ്ക്ക് ഉറപ്പുവരാൻ നിർബന്ധമാണ്. അഖീദയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ മുഖവുരയിൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ദീനിന് വ്യത്യസ്ത മർത്തബകളുണ്ട്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഇത് മൂന്നുമാണ് ഇസ്ലാം ദീനിൻ്റെ മർത്തബകൾ. ഈമാൻ കാര്യങ്ങൾ, വിശ്വാസ കാര്യങ്ങൾ; ഇസ്ലാം കാര്യങ്ങൾ, കർമ്മകാര്യങ്ങൾ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് മറുപടി കൊടുത്തതുപോലെ അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക, അള്ളാഹുവിനെ കാണുന്നു എന്ന രൂപത്തിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇതാണ് ഇസ്ലാം ദീനിൻ്റെ മർത്തബകൾ. ഇസ്ലാം ദീന് പഠിക്കുമ്പോൾ അതിന് വ്യത്യസ്ത മേഖലകളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ പറഞ്ഞ അഖീദ, അതല്ലാത്ത മേഖലകളുണ്ട്, അത് ശരീഅത്താണ്. പിന്നെയും മേഖലകളുണ്ട്, അത് അഖ്ലാഖ്, സുഹുദ്, അങ്ങനെ വേർതിരിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ഇസ്ലാമിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയ ആളുകൾ എന്ന നിലയിലൊക്കെ അറിയാൻ പറ്റുന്നതാണ്. അഖീദ എന്ന് പറഞ്ഞാൽ വിശ്വാസ കാര്യങ്ങളെ സംബന്ധിച്ചായിരിക്കും അതിലുള്ള ചർച്ച. ശരീഅത്തിലോ ഇസ്ലാമിലെ അമലിയാത്തുകളെ സംബന്ധിച്ചാണ്. അത് നമ്മളും നമ്മളുടെ റബ്ബ് ഖാലിക്കും തമ്മിലുള്ള ബന്ധം നന്നാക്കുന്ന കർമ്മപരമായ ഇബാദത്തുകളായിരിക്കാം. അതല്ലെങ്കിൽ സൃഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള ബന്ധമല്ല, സൃഷ്ടികൾ പരസ്പരമുള്ള ബന്ധം, അതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന മുആമലാത്തുകളെ സംബന്ധിച്ചായിരിക്കാം.
ഇത് രണ്ടും കൂടി കടന്നു വരുന്ന അഖ്ലാഖുകളെ സംബന്ധിച്ചായിരിക്കാം. അതൊക്കെ വ്യത്യസ്ത മേഖലകളാണ്. അപ്പോൾ അഖീദ, ശരീഅത്ത്, അഖ്ലാഖ്, സുഹുദ് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിൻ്റെ വ്യത്യസ്ത മേഖലകളുണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഏതാണ്? അഖീദ. ഇതാണ് ഇസ്ലാം ദീനിൻ്റെ അടിത്തറ. ഇസ്ലാം ദീനിൻ്റേത് മാത്രമല്ല, ഏത് മതങ്ങൾ പരിശോധിച്ച് നോക്കിയാലും ഏത് ചിന്താധാരകൾ പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെയൊക്കെ ആശയപരമായ ഒരു അടിത്തറ ഉണ്ടാകും. അതിന്മേലായിരിക്കും അത് എടുക്കപ്പെട്ടിട്ടുണ്ടാവുക. ഇസ്ലാം ദീനിനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ അഖീദയാണ് ഏറ്റവും പ്രധാനം. അമലിയാത്തും പ്രധാനം തന്നെയാണ്. പക്ഷേ അഖീദയുടെ അടിസ്ഥാനത്തിലുള്ള അമലുകൾ മാത്രമാണ് അള്ളാഹു സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെ അഖീദ സാഫി ആയിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം, ഒരു കലർപ്പുമില്ലാത്ത അള്ളാഹുവും അവൻ്റെ റസൂലും പഠിപ്പിച്ചതായിരിക്കണം എന്നത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന കാര്യമാണ്. കാരണം ഒരു വാക്ക് കൊണ്ട് ഒരാൾക്ക് ഇസ്ലാമിൽ പ്രവേശിക്കാൻ പറ്റും. ഏതാണ് ആ വാക്ക്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ തന്നെ ഒരു വാക്ക് കൊണ്ട് ഒരാൾക്ക് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാനും പറ്റും. നഅൂദു ബില്ലാഹ്. കുഫറിൻ്റെ ഒരു വാക്ക് പറഞ്ഞാൽ മതി. അയാളുടെ മനസ്സിലുള്ള വിശ്വാസം ഉറപ്പിച്ചാണ് ആ പറഞ്ഞതെങ്കിൽ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു മുന്നറിയിപ്പ് നൽകിയത് ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നിങ്ങളെങ്ങാനും ശിർക്ക് ചെയ്താൽ നിങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുകയും നഷ്ടക്കാരിൽപ്പെട്ട് നീ നരകത്തിൽ പതിക്കുകയും ചെയ്യുമെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ് ഖിതാബ്, സംഭാഷണമെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഴുവൻ ഉമ്മത്തിനോടും കൂടിയുള്ളതാണ്. ശിർക്ക് എങ്ങനെ വരാം? വാക്കിലൂടെ വരാം, നോട്ടത്തിലൂടെ വരാം, നമ്മളുടെ ഭാവപ്രകടനത്തിലൂടെ വരാം. അള്ളാഹു അല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടുള്ള താഴ്മ കാണിച്ചാൽ മതി, കൂപ്പുകൈ ചെയ്താൽ മതി, കൈകൾ കൂപ്പി നിന്നാൽ മതി, അവൻ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോകും. അതുകൊണ്ട് തന്നെ ശരിയായ അഖീദ എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കൽ നിർബന്ധമാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ദീന് പഠിക്കണം. അതോടൊപ്പം അഖീദയിൽ ആയിക്കൊള്ളണമെന്നില്ല അവർ ചെറുപ്പത്തിൽ തന്നെ വളരുന്നത്. കാരണം പരമ്പരാഗതമായി പലതരത്തിലുള്ള അഖീദകൾ അവരുടെ മനസ്സിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ അവർക്ക് ഒരുപാട് വിശ്വാസം ലഭിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ നാട് പോലെ, ഇന്ത്യ പോലെയുള്ള നാടുകളിൽ, ഇനി ലോകം തന്നെയാണെങ്കിലും എല്ലാം ഒരു ഗ്ലോബൽ വില്ലേജ് ആണല്ലോ, അവിടെ നിന്നൊക്കെ പുറത്തു നിന്നുള്ള സമ്മർദ്ദം കാരണം വിശ്വാസികളുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള തെറ്റായ അഖീദകൾ കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായ അഖീദ മനസ്സിലാക്കിയിരിക്കണം. നമ്മളുടെ കുട്ടികൾ സ്കൂളിലും കോളേജുകളിലും പഠിക്കാൻ, നമ്മൾ ജോലി സ്ഥാപനങ്ങളിലും കമ്പനികളിലും വർക്ക് ചെയ്യാൻ, അവിടെയൊക്കെ നമ്മളുടെ അഖീദയെ തകർക്കുന്ന വാക്കുകൾ നമ്മുടെ ചെവിയിലൂടെ കേൾക്കാറുണ്ട്. ചിലത് നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റും, ചിലത് തിരിച്ചറിയാൻ പറ്റൂല. തിരിച്ചറിയാൻ പറ്റാതെ നമ്മൾ ആ വാക്കെടുത്ത് പ്രയോഗിക്കും. അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നമ്മൾ ഇസ്ലാം ദീനിൽ നിന്ന് അതുവഴി പുറത്തു പോകില്ല. അത് ഇസ്ലാമിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന വാക്കാവണമെങ്കിൽ നമ്മളത് വിശ്വസിച്ച് പറയണം. അതുകൊണ്ട് ഹറാമായൊരു വാക്കായിരിക്കും നമ്മൾ പറയുന്നത്, ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോയിട്ടില്ലെങ്കിലും. പക്ഷേ ഗൗരവമേറിയ വാക്കുകളാണ് നമ്മുടെ നാവിൽ നിന്ന് വരുന്നത്. നമ്മൾ അള്ളാഹുവിനെ ചീത്ത പറയാറുണ്ട്, അല്ലേ? കാലത്തെ ചീത്ത പറയാറുണ്ട്. മഴ വർഷിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിലേക്ക് അതിനെ ചേർത്തി പറയാറില്ല. ഇതൊക്കെ എവിടെ നിന്ന് കിട്ടിയതാണ്? നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നതും വാർത്തകളിലൂടെ കേൾക്കുന്നതും ഒക്കെ ആ രൂപത്തിലാണ്. അപ്പോൾ നമ്മളെടുത്ത് ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സാഹചര്യത്തിൽ നിന്ന് നമ്മളുടെ മനസ്സുകളിലേക്ക് വികലമായ വിശ്വാസങ്ങൾ കടന്നു വരാൻ സാധ്യതയുണ്ട്. ഇത് നമ്മളെപ്പോലെയുള്ള ജനിച്ചു വളർന്നു വരുന്ന മുസ്ലിങ്ങളുടെ അവസ്ഥയാണ്. പുതിയതായി വരുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അഖീദ പഠിക്കൽ നിർബന്ധമാണ്. കാരണം അവർ കുഫറിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരികയാണല്ലോ. അപ്പോൾ ഏത് ആളുകളെ സംബന്ധിച്ചിടത്തോളവും അഖീദ പഠിക്കൽ വളരെ നിർബന്ധമാണ്. നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്ഹാബുമാരെ പല ദിക്കുകളിലേക്കും പ്രബോധനത്തിന് നിയോഗിച്ചിരുന്നു. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയച്ച സംഭവം അറിയാത്ത ആളുകളുണ്ടാവില്ല. മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, നീ ചെല്ലുന്നത് അഹ്ലു കിതാബുകാർ ജീവിക്കുന്ന നാട്ടിലേക്കാണ്. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെ നീ തൗഹീദിലേക്ക് ക്ഷണിക്കുക. അവരത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇസ്ലാമിൻ്റെ നമസ്കാരവും നോമ്പ്, സക്കാത്ത്, ഹജ്ജ് കാര്യങ്ങൾ പറയുക എന്നാണ്. ഹജ്ജ് അതിൽ വന്നിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ പറയാന്നുള്ളതാണ്. കാരണം ഹജ്ജ് അന്ന് നിർബന്ധമാവാത്തതുകൊണ്ടാണ് ആ ഹദീസിലത് പറയാതിരുന്നത്. ചുരുക്കത്തിൽ അടിത്തറയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രബോധകന്മാരോട് പറഞ്ഞത്, ആദ്യം പറയാൻ കൽപ്പിച്ചത് അഖീദയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആളുകൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം പഠിപ്പിച്ചതും അഖീദയാണ്. അവിടുത്തെ ഭൂമിശാസ്ത്രപരമായ തർക്കങ്ങളെ സംബന്ധിച്ചോ പ്രകൃതിപരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ഒന്നുമല്ല, ഗോത്രകലങ്ങളെ സംബന്ധിച്ചോ ഒന്നുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യം അവരോട് പറഞ്ഞത്. മറിച്ച് എന്തായിരുന്നു? അവരുടെ വിശ്വാസം ശുദ്ധീകരിക്കലാണ്. അതായിരുന്നു മക്കയിലുണ്ടായിരുന്ന 13 വർഷത്തിലെ മഹാഭൂരിഭാഗവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. ഖുർആനിൽ ഇറങ്ങിയ ആയത്തുകളും അങ്ങനെ തന്നെയായിരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ശരിയായ വിശ്വാസം മനുഷ്യന്മാരുടെ മനസ്സിലേക്ക് കടത്തിവിടുക. അതവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഉൾക്കൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യത ലഭിക്കുള്ളൂ. മഹ്ശറയെ സംബന്ധിച്ച്, ഹിസാബിനെ സംബന്ധിച്ച്, ഖബറിനെ സംബന്ധിച്ച്, മനുഷ്യന്മാരുടെ ജന്മത്തെ സംബന്ധിച്ച്, അള്ളാഹുവിൻ്റെ കുദറത്തിനെ സംബന്ധിച്ച്,
അള്ളാഹുവിൻ്റെ സിഫാത്തുകളെ സംബന്ധിച്ച് എല്ലാമാണ് മക്കയിലുണ്ടായിരുന്ന കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാര്യമായി പ്രബോധനം ചെയ്തത്. മക്കയിൽ ഇറങ്ങിയ സൂക്തങ്ങളിലും ഖുർആനിലെ വചനങ്ങളിലും നമ്മൾക്ക് അത് തന്നെയാണ് മഹാഭൂരിഭാഗവും കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ അഖീദയുടെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. ശരിയായ അഖീദ പഠിക്കാതെ മുസ്ലിമായി ജീവിച്ചു കഴിഞ്ഞാൽ അവൻ്റെ മനസ്സിൽ തീർച്ചയായും വികലമായ വിശ്വാസവും ധാരണകളും കടന്നുകൂടുകയും അത് അവൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യും എന്നുള്ളതുകൊണ്ട് ശരിയായ അഖീദ പഠിക്കൽ നമ്മൾക്ക് നിർബന്ധമാണ്. അഖീദ പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, അഖീദ ശരിയായി പഠിച്ചു കഴിഞ്ഞാലാണ് നമ്മൾക്ക് അള്ളാഹുവിൻ്റെ ദീൻ ബസീറത്തോടുകൂടി ഉൾക്കൊള്ളാൻ പറ്റുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, റസൂൽ ആരാണ്? ഒരു ശിർക്കൻ വിശ്വാസവും ജാഹിലിയ കാലത്തിൽ പോലും കടന്നുകൂടാത്ത മനുഷ്യനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നത്, വകദാലിക ഔഹൈനാ ഇലൈക റൂഹൻ മിൻ അംരിനാ മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ. നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ ആ ചൈതന്യം ഇട്ടു തന്നു. വഹ്യ് ലഭിച്ചതിനെ സംബന്ധിച്ച്, ഖുർആൻ നൽകിയതിനെ സംബന്ധിച്ച് അള്ളാഹു പറയാൻ, മാ കുൻത തദ്രീ മൽ കിതാബു വലൽ ഈമാൻ, എന്താണ് വേദഗ്രന്ഥം, എന്താണ് വിശ്വാസം എന്നറിയാത്ത അവസ്ഥയിൽ. അപ്പോൾ വിശ്വാസവും വേദഗ്രന്ഥമൊക്കെ അള്ളാഹുവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയത്. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദീ ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, ആ വെളിച്ചം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. അത് ഉപയോഗിച്ച് ഞാൻ ഉദ്ദേശിക്കുന്ന എൻ്റെ അടിയാറുകൾക്ക് ഞാൻ നിങ്ങളിലൂടെ വെളിച്ചം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനും മറ്റു വഹ്യുകളിലൂടെയും ലഭിക്കുന്ന വിശ്വാസം മാത്രമാണ് വെളിച്ചം. ബാക്കിയുള്ളതെല്ലാം അന്ധകാരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞത്, വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, തുടർന്ന ആയത്തിൻ്റെ ബാക്കിയാണ്. തീർച്ചയായും താങ്കൾ വ്യക്തമായ വഴിയിലേക്കാണ് ആളുകളെ ക്ഷണിക്കുന്നത് എന്നാണ്. അപ്പോൾ റസൂലിനെ പഠിപ്പിച്ച വിശ്വാസം മാത്രമേ സഹിയായ അഖീദ ആയിരിക്കുകയുള്ളൂ. ഇതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് നമ്മൾ ശരിയായ അഖീദ പഠിക്കണം എന്നതിനെ സംബന്ധിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് നൽകേണ്ടത്. എവിടെ നിന്നാണ് നമുക്ക് ശരിയായ അഖീദ ലഭിക്കുക? നമ്മൾക്കറിയാവുന്നതുപോലെ, ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. ഖുർആനിലൂടെയും ഹദീസിലൂടെയും റസൂലിനെ പഠിപ്പിച്ചതാണ്. അത് നമ്മൾക്ക് എവിടെ നിന്ന് ലഭിക്കും? അത് അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന്. അത് ലഭിക്കാനുള്ള ശരിയായ മാർഗം എവിടെയാണ്? അത് തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരും ഖുർആനും ഹദീസും നിഷേധിക്കില്ല. ഞങ്ങളെല്ലാവരും അതിൻ്റെ ആളുകളാണ് എന്നാണ് പറയുക. ഖുർആനിനെയും ഹദീസിനെയും നിഷേധിക്കാൻ വേണ്ടി വേറെ ലോകത്തേക്ക് പോയ ഒരാളൊരു സംഘടന ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ പേര് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, തെറ്റിദ്ധരിച്ചേക്കാം, അയാൾ ഹദീസിനെ നിഷേധിച്ച് ഖുർആൻ അംഗീകരിക്കുക എന്നതാണ്. അല്ല, ഖുർആനിനെയും അയാൾ നിഷേധിച്ചിരുന്നു. അയാൾ സർവ്വമത സത്യവാദമായിരുന്നു പറഞ്ഞിരുന്നത്. അവസാനത്തിൽ അദ്ദേഹത്തിൻ്റെ അവസാന ജീവിതകാലത്തിലൊക്കെ അത് വളരെ വ്യക്തമായി തന്നെ പ്രകടമായിരുന്നു. ചുരുക്കത്തിൽ എല്ലാവരും അങ്ങനെ വാദിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എവിടുന്ന് അത് ശരിക്കും ലഭിക്കും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ മുന്നറിയിപ്പ് നൽകിയതുപോലെ ദീർഘമായി അവിടുത്തെ വഫാത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബിമാരെ ഉപദേശിച്ചുകൊണ്ട് പറയുകയുണ്ടായി, ഫഇന്നഹു മൻ യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ, എൻ്റെ മരണശേഷം, എൻ്റെ കാലശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ജീവിക്കാൻ അവസരം ലഭിക്കുന്ന ആളുകൾ ഒരുപാട് ഭിന്നതകൾക്ക് സാക്ഷിയായേക്കാം, ഖിലാഫാത്തുകൾ കണ്ടേക്കാം. അങ്ങനെ കാണുമ്പോൾ ഫഅലൈക്കും ബിസുന്നത്തി വസുന്നത്തി ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീന മിൻ ബഅദി തമസ്സകൂ ബിഹാ വഅദ്ദു അലൈഹാ ബിന്നവാജിദ്. അങ്ങനെ ഭിന്നതകളും പിളർപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും വരുമ്പോൾ നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുക, എനിക്ക് ശേഷം വരുന്ന സച്ചരിതരായ എൻ്റെ അനുയായികളെയും എൻ്റെ പിൻഗാമികളെയും അത് നിങ്ങൾ കടിച്ചു പിടിക്കുക അണപ്പല്ലുകൾ കൊണ്ട് എന്നാണ്. ഒരു കയറ് നമ്മളുടെ അടുക്കൽ നിന്ന് ഒരാൾ വലിച്ചെടുക്കുകയാണ്. ആ സമയത്ത് നമ്മളുടെ കയ്യിൽ നിന്ന് ഊരിപ്പോകുമെന്ന് ഭയപ്പെട്ടാൽ നമ്മൾ പിന്നെ പല്ലുകൾ കൊണ്ട് കൂടി കൂട്ടിപ്പിടിച്ച് കടിക്കുകയാണ്. ആ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ വർണ്ണിച്ചിരിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ വിടാൻ പാടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും റസൂലിൻ്റെ സഹാബിമാരുണ്ടായിരുന്ന സുന്നത്തിനെയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിലാണ് ശരിയായ അഖീദ നമ്മൾക്ക് ലഭിക്കുക. അതിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബിമാരുടെയും അഖീദയുടെ പ്രത്യേകത, അത് അവരുടെ കർമ്മങ്ങളെ പോലെ തന്നെ ഖുർആനിലും ഹദീസിലും മാത്രമാണ് അത് നമുക്ക് കാണാൻ പറ്റുക. വേറെ ഒരു തർക്കശാസ്ത്രത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിലോസഫിയിലോ മറ്റെന്തെങ്കിലും കഥകളിലോ കെട്ടുകഥകളിലോ ഒന്നും കാണാൻ പറ്റില്ല. സഹീഹായ ഹദീസിലും ഖുർആനിലും മാത്രമാണ് ശരിയായ വിശ്വാസം ഉണ്ടാവുക. പഴയ ഗ്രന്ഥങ്ങളിൽ പോലും നമുക്കത് കാണാൻ പറ്റില്ല. അതിലേക്ക് പോകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ഒരു സംഭവം ഉണ്ടായി. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു
അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിരുന്ന ബനൂ ഖുറൈദയിൽപ്പെട്ട ഒരു യഹൂദൻ്റെ കയ്യിൽ നിന്ന് തൗറാത്തിൻ്റെ ചില പേജുകൾ അദ്ദേഹത്തിന് കിട്ടി. അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പ് മൂസാ നബി അലൈഹി ഇസ്ലാമിന് ലഭിച്ച തൗറാത്താണ്. അപ്പോൾ അതിൻ്റെ ശരിയായ പകർപ്പായിരിക്കും അത് എന്ന ധാരണയിൽ അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ടുള്ള കിതാബ് തന്നെയാണല്ലോ, ആ സന്തോഷത്തോടു കൂടി റസൂലിൻ്റെ മുമ്പിലേക്ക് വന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിനെ സ്വീകരിച്ചത് സന്തോഷത്തോടു കൂടിയല്ല, മറിച്ച് റസൂലുള്ളാഹി ചോദിക്കേണ്ടായത് ദേഷ്യത്തോടു കൂടി, കോപത്തോടു കൂടി, അവ മുത്തഹവ്വികൂന ഫീഹാ യബ്നൽ ഖത്താബ്, ഖത്താബിൻ്റെ പുത്ര, നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് അതിൻ്റെ പുറകെ പോവുകയാണോ? മൂസാ നബി ലൗകാന മൂസ ഹയ്യൻ ലമാ വസിയഹു ഇത്തിബായി, തൗറാത്തിൻ്റെ ഒരു പേജല്ലേ നിങ്ങൾക്ക് കിട്ടിയത്? മൂസാ നബിയെ തന്നെ അള്ളാഹു ഇപ്പോൾ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവന്നാൽ പോലും അദ്ദേഹത്തിന് എൻ്റെ ബേക്കിൽ അണിനിരന്നുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നല്ലാതെ മറ്റൊരു മാർഗവും അദ്ദേഹത്തിനില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. അപ്പോൾ ശരിയായ കാര്യമെന്ന് പറഞ്ഞിട്ട് വേറുള്ളതിൻ്റെ കൂടെ ഒന്നും കൂടേണ്ട ആവശ്യമില്ല. ഖുർആനിലും ഹദീസിലും മാത്രമാണ് ശരിയായ അഖീദയും ശരിയായ സിറാത്തുൽ മുസ്തഖീമും ഉള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അത് രണ്ടിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു രീതിശാസ്ത്രമുണ്ട്. അതിൻ്റെ പ്രത്യേകത നമ്മളുടെ ബുദ്ധിയെയും നമ്മളുടെ ചിന്തയെയും മാറ്റിവെച്ച് അതിന് പ്രാമുഖ്യം നൽകാതെ ഖുർആനിലും ഹദീസിലും പറഞ്ഞതായിരിക്കണം നമ്മളുടെ ചിന്തയും നമ്മളുടെ ബുദ്ധിയും നമ്മളുടെ യുക്തിയും. അങ്ങനെ മാറുന്നത് വരെ ഒരാൾക്ക് ശരിക്കും ഖുർആനും ഹദീസും ഉൾക്കൊള്ളാൻ പറ്റില്ല. എത്രയോ അനുഭവങ്ങൾ നമ്മൾക്ക് സഹാബിമാർ വിവരിച്ചു തന്നിട്ടുണ്ട്. അതിന് കഴിയാത്ത ആളുകൾ ഇസ്ലാം ദീനിൽ നിന്ന് പുറത്തു പോയത്, അങ്ങനെ ചോദ്യവും തർക്കമൊക്കെ വന്ന ആളുകൾ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചല്ലോ, മാ ബാലുൻ നിസായി, എന്താണ് സ്ത്രീകളുടെ അവസ്ഥ? അവർക്ക് ആർത്തവ സമയത്ത് അവർ നമസ്കരിക്കുന്നില്ല, എന്നാൽ അവർ ആ സമയത്ത് നഷ്ടപ്പെട്ടു പോയ നോമ്പ് വീട്ടണം, ഇതെന്താ ഇസ്ലാം ദീനിൽ ഇങ്ങനെ? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് നല്ല ചോദ്യമാണ് എന്നല്ല പറഞ്ഞത്, മറിച്ച് പറഞ്ഞത് ഹറൂറിയത്തുൻ അൻതി, നീ എന്താ ഖവാരിജികളിൽപ്പെട്ട പെണ്ണാണോ? ഖവാരിജി ചിന്താഗതിയേറ്റ നിൻ്റെ മനസ്സിൽ കടന്നുകൂടിയോ? അതിൻ്റെ ഉത്തരം, ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി ഞങ്ങളോട് പറഞ്ഞു നിസ്കാരം വീട്ടേണ്ടതില്ല, നോമ്പ് വീട്ടിയാൽ മതി. ഞങ്ങൾ അതിനെ സംബന്ധിച്ച് ഇങ്ങനെ ചോദ്യം ചോദിച്ചിട്ടില്ല. കണ്ടോ നിങ്ങൾ, അവർക്കിടയിൽ അങ്ങനെ ചോദ്യം തന്നെ ഉണ്ടായിട്ടില്ല. എന്താണത് എന്നൊരു അന്വേഷണം ഉണ്ടായിട്ടില്ല. മറിച്ച് അള്ളാഹും റസൂലും പറഞ്ഞാൽ ആമന്ന വസല്ലംന, ഞങ്ങൾക്ക് സമ്മതമായി, ഞങ്ങൾ സ്വീകരിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു എന്നതായിരുന്നു അവരുടെ നിലപാട്. ആ നിലപാടായിരിക്കണം ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടു വന്ന കാര്യങ്ങൾ. അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ ചൊഴിഞ്ഞ് അന്വേഷിക്കുക, അതിനെ സംബന്ധിച്ച് ഒരു യുക്തി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടാതിരിക്കുക, അത് ബുദ്ധിക്കെതിരാന്ന് പറഞ്ഞ് തള്ളിക്കളയുക. നമ്മളെപ്പോലുള്ള മനുഷ്യന്മാരെ തലവേദന വന്നാലും നമ്മളുടെ എല്ലാ പ്ലാനും ക്യാൻസലായി പോകും. നമ്മളുടെയൊക്കെ ദൗർബല്യങ്ങൾ നമുക്കറിയാൻ പറ്റും. നമ്മളുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് ഭാര്യമാരെ തലാക്ക് ചൊല്ലിയിട്ട് പിന്നെ മടക്കിയെടുക്കുന്ന ആളുകൾ? ഒരുപാട് ആൾക്കാരുണ്ട്, 10,000-കണക്കിന് ആൾക്കാരുണ്ടാവും. അതേപോലെ തന്നെ എന്തെല്ലാം സംഗതികൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് വീണ്ടും പിന്നെ ചെയ്യാറുണ്ട്. ഒരു പ്രാവശ്യം ചെയ്യും, വീണ്ടും ക്യാൻസൽ ചെയ്യും, പിന്നെ മടക്കി ചെയ്യും, ഇതൊക്കെ ചെയ്യാറുണ്ട്. എന്താ കാരണം? ഓരോ സമയത്ത് നമ്മളെ ചിന്താഗതികൾ മാറ്റി പറയാൻ. ആ രൂപത്തിൽ നമ്മളുടെ അക്കീദ മാറ്റി നമുക്ക് ഏത് സമയവും ഇങ്ങനെ പിന്നെ ബുദ്ധിക്കനുസരിച്ച് മാറ്റാനും ഉറപ്പിക്കാനും പറ്റുമോ? അങ്ങനെ ചെയ്യാൻ പറ്റിയ കാര്യമല്ല വിശ്വാസം എന്ന് പറയുന്നത്. മറിച്ച് അത് ഖുർആനിലും ഹദീസിലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എന്നതാണ് നമ്മൾ ഒന്നാമതായി തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത്. അതാണ് അക്കീദയുടെ പ്രത്യേകത. മൂന്നാമത്തെ ഒരു പ്രത്യേകത അൽ അദബു മഅൻ നുസൂസ്, സഹാബിമാരുടെ ഒരു പ്രത്യേകതയായിരുന്നു, സലഫു സാലിഹീങ്ങളുടെ ഒരു പ്രത്യേകതയായിരുന്നു. നമ്മൾക്കും ആ പ്രത്യേകത വേണം. അത് ഖുർആനിനോടും ഹദീസിനോടും അദബ് പുലർത്തുക എന്നുള്ളതാണ്. അതിൽ പറഞ്ഞ കാര്യങ്ങളെ തമാശ പറയുക, ഉദാഹരിച്ച് കളിയാക്കുക, പരിഹസിക്കുക, അതൊന്നും ചെയ്യാൻ പാടില്ല. മറിച്ച് ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങളോട് അതിൻ്റേതായ പിന്നെ നിലപാടുകൾ സ്വീകരിക്കണം. അതിൻ്റെ ബഹുമാന്യതയും തഅ്ലീമും ആദരവും നമ്മൾ നൽകിയിരിക്കണം. നമുക്കറിയാലോ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ് അർ റഹ്മാനു അലൽ അർശിസ്തവ, അള്ളാഹു അവൻ്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാണ്. ഇസ്തിവാ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താണെന്നറിയോ? ഇരിക്കുക എന്നാണ്. ഇത് അറബികൾ ആ കാലത്തും പ്രയോഗിച്ചത് തന്നെയാണ്. പക്ഷേ ഖുർആനിൽ അർ റഹ്മാനു അലൽ അർശിസ്തവ എന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബിയും വന്നിട്ട് റസൂലിനോട് ചോദിച്ചിട്ടില്ല ഇസ്തിവാ എന്ന് പറഞ്ഞാൽ ഇരിക്കുകയല്ലേ, അപ്പോൾ അള്ളാഹു എങ്ങനെ ഇരിക്കുക എന്നവരാരും ചോദിച്ചിട്ടില്ല. മറിച്ച് അവരതങ്ങനെ ഉൾക്കൊള്ളുക ചെയ്തത്. അതുകൊണ്ടാണ് ഇമാം ഹസനുൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഇമാം ലാലക്കായി കൊണ്ടുവന്ന സഹിഹായ റിപ്പോർട്ട് കാണാൻ പറ്റും. അവർ പറയുകയുണ്ടായി അൽ ഇസ്തിവാഉ മഅലൂമുൻ വൽ കൈഫു മജ്ഹൂലുൻ വസ്സുആലു അൻഹു ബിദ്അത്തുൻ. എന്താണ് ഇസ്തിവാ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം.
വൽ കൈഫു മജ്ഹൂലുൻ, എന്നാൽ അള്ളാഹു എങ്ങനെയാണ് ഇസ്തിവാ ചെയ്യുന്നത് എന്ന് നമുക്കറിയാൻ പറ്റൂല. വസ്സുആലു അൻഹു ബിദ്അത്തുൻ, അതിനെപ്പറ്റി അന്വേഷിക്കൽ ബിദ്അത്താണ്, ചോദിക്കാൻ പാടില്ല എന്ന് ഹസനുൽ ബസരി മുന്നറിയിപ്പ് നൽകുകയുണ്ടായി ഉമ്മു സലമ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ടാണ്. അപ്പോൾ ഖുർആനിലും ഹദീസിലും പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ വിശ്വസിക്കുക. നമ്മളുടെ വാക്കുകളാണ് പരിശോധിക്കുകയും പുനർവിചിന്തനം നടത്തുകയും ചെയ്യേണ്ടത്. ഖുർആനിലും ഹദീസിലും വന്ന നസ്സുകൾക്ക് ആ രൂപത്തിലുള്ള വിലയിരുത്തലിൽ നമ്മൾ മുതിരാൻ പാടില്ല. നാലാമത്തെ ഒരു സംഗതി, സഹാബിമാർ എങ്ങനെയാണ് ദീന് മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുക. ഇതൊക്കെ നമ്മളിപ്പോൾ ആളുകളോട് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് മുസ്ലിം ഉമ്മത്ത് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഉമ്മത്ത് മാത്രമല്ല, ഉമ്മത്തിൻ്റെ ഉലമാക്കളിൽ പല ആളുകളും. അതാണ് അത്ഭുതം. ഈ ദീൻ നമ്മൾ സഹാബിമാരിലൂടെ അല്ലാതെ പിന്നെ എങ്ങനെ മനസ്സിലാക്കും? പക്ഷെ അവരെ മാറ്റി വെച്ചുകൊണ്ട് സഹാബിമാർ പിന്തിരിപ്പന്മാരായിരുന്നു, വിവരമില്ലാത്തവരായിരുന്നു എന്നൊക്കെ ആക്ഷേപിക്കുന്നവിടത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് നമ്മളിലെ ഉമ്മത്തിൽപ്പെട്ട പല ആളുകളും. ഇമാം ബുഖാരി സഹീഹിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് ഒരു യഹൂദ പുരോഹിതൻ കയറി വന്നു. എന്നിട്ട് റസൂലിനോട് ചോദിച്ചു, നിങ്ങളുടെ ഖുർആനിൽ അള്ളാഹു ആകാശഭൂമികളെ വലതു കൈയിൽ ചുരുട്ടിപ്പിടിക്കുമെന്നൊരു ആയത്തുണ്ടോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതേ ആയത്തുണ്ട്. വസ്സമാവാതു മത്വിയാതും ബിയമീനിഹി വൽ അർദു ജമീഅൻ ഖബ്ദതുഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ ആകാശഭൂമികളെ അള്ളാഹു ചുരുട്ടിപ്പിടിക്കും, അള്ളാഹുവിൻ്റെ ഒരു പിടുത്തത്തിലാണ് ഭൂമി മുഴുവൻ എന്ന് ഖുർആനിലുണ്ട്. അള്ളാഹുവിൻ്റെ വിരലുകൾക്കിടയിലാണ് അത് മുഴുവൻ ഉണ്ടാവുക എന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. ഇത് യഹൂദൻ പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചുകൊണ്ട് തൻ്റെ കോട്ടുപല്ലുകൾ അണപ്പല്ലുകൾ കാണുന്ന രൂപത്തിൽ വെളുക്ക ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അംഗീകരിച്ചത്. ഈ ഹദീസ് ഇപ്പോൾ എടുത്തു നോക്കിയിട്ട് ഒരാൾ അതിനെ പരിഭാഷപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞത്, ഒരു ആലിമ് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ യഹൂദൻ്റെ വിഡ്ഢിത്തം കേട്ട് ചിരിച്ചു, അയാളെ പരിഹസിച്ചു എന്നാണ് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളത്. അതായത് അള്ളാഹു അങ്ങനെ ആകാശഭൂമികളെ വലത് കൈയിൽ ചുരുട്ടിപ്പിടിക്കുമെന്ന് തൗറാത്തിലുണ്ട്, അത് അവർ കടത്തിക്കൂട്ടിയതാണ്. ആ വിഡ്ഢിത്തരം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചതാണ്. ഇതിൻ്റെ നിജസ്ഥിതി നമ്മൾക്ക് പറഞ്ഞു തരാൻ ആരാണുള്ളത്? അവിടെ സാക്ഷിയായ സഹാബിമാരാണ്. അവരിലൂടെ മാത്രമേ എന്തിനാ റസൂൽ ചിരിച്ചെന്ന് പറയാൻ പറ്റുള്ളൂ. വേറെ ഒരുപാട് സാധ്യതകളുണ്ട്. തെറ്റ് കണ്ടാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിഹസിച്ചിരിക്കാറുണ്ടായിരുന്നില്ല, അതൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നേർക്ക് നേരെ തന്നെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സഹാബി പറയാണ്, തസ്ദീഖം ബിമാ ഖാല, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, റസൂലുള്ളാഹി ചിരിച്ചത് ആ യഹൂദ പുരോഹിതൻ പറഞ്ഞ കാര്യത്തെ ശരിവെച്ചുകൊണ്ടാണ്. ഇങ്ങനെയാണ് കൂട്ടിയാൽ മതി ബാക്കിയുള്ള കാര്യവും. ഇസ്ലാം ദീനിൽ പറഞ്ഞ പല കാര്യങ്ങളും വിശദീകരണം വേണം. എന്തർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത് എന്ന് തിരിച്ചറിയുക ആ സദസ്സിൽ സാക്ഷിയുണ്ടായിരുന്ന ആളുകളാണ്. അതാണ് ഫഹ്മു സഹാബ എന്ന് പറഞ്ഞാൽ. ചുരുങ്ങിയ വാക്കിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയതാണ്. ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. അഞ്ചാമത്തെ കാര്യം, ഖുർആനും ഹദീസുമാണ് നമ്മളുടെ പ്രമാണങ്ങൾ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളുടെ മാനദണ്ഡം. ബാക്കിയുള്ളതൊക്കെ ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള പ്രയോഗങ്ങളും പ്രത്യേകിച്ച് സാങ്കേതിക പദങ്ങളൊക്കെയാണ്. ഇപ്പോൾ നമ്മൾ അഖീദ എന്ന് പറഞ്ഞു, അതല്ലെങ്കിൽ നമ്മൾ തൈരീഫ് പലതിൻ്റെതും പറയാറുണ്ട്. ഇബാദത്ത് അതിൻ്റെ നിർവചനം, ദുആ അതിൻ്റെ നിർവചനം, ഇങ്ങനെ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഖുർആനും ഹദീസും മനസ്സിലാക്കാനുള്ള മീഡിയകൾ മാത്രമാണ്, ഉപാധികൾ മാത്രമാണ്. അതല്ല നമ്മളുടെ ആത്യന്തിക ലക്ഷ്യവും നമ്മളുടെ ആത്യന്തിക പ്രമാണവും അതല്ല. അതൊക്കെ നമ്മൾ പഠിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. യഥാർത്ഥം എവിടെയാണുള്ളത്? നമ്മളുടെ ആത്യന്തിക ലക്ഷ്യവും പ്രമാണവും ഖുർആനും ഹദീസും മാത്രമാണ്. ബാക്കിയുള്ളതൊക്കെ അതിന് ഉപമൂലികമായി സഹായകരമായി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ നിർവചനം അതല്ല മാനദണ്ഡം, മറിച്ച് ഖുർആനും ഹദീസുമാണ്. നമ്മൾ പ്രാർത്ഥനയ്ക്കൊരു നിർവചനം പറഞ്ഞു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ മുസ്ലിമാക്കുകയും മുശ്രിക്കാക്കുകയും ചെയ്യുക, അത് ആയിരിക്കാം. പക്ഷേ അതല്ല നമ്മളുടെ പ്രമാണം, മറിച്ച് ഖുർആനിലെ ആയത്തുകളാണ്, നമ്മളുടെ നിർവചനങ്ങളല്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു സംഗതിയെ സംബന്ധിച്ച് അഭൗതികമായ നിലയിൽ ഏതെങ്കിലും ഒരു സൃഷ്ടിക്ക് കഴിവുണ്ട് എന്ന് വിശ്വസിക്കുക, ഏതെങ്കിലും തരത്തിലുള്ള കഴിവ്, അതിന് ദിവ്യത്വം നൽകലാണ്. നമുക്ക് ഇലാഹാക്കലിൻ്റെ ഒരു നിർവചനം പറയാൻ പറ്റുന്നതാണ്. അതല്ല യഥാർത്ഥത്തിൽ നമ്മൾ തെളിവാക്കുന്നത്, മറിച്ച് തെളിവ് എന്താണ്? ഖുർആനും ഹദീസാണ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഇസ്തിലാഹാത്തുകൾ കാണിച്ചുകൊണ്ട് ആളുകളെ മുസ്ലിമാക്കാനും മുശ്രിക്കാക്കാനും ഒന്നും പാടില്ല. അത് ശരിയാണെങ്കിൽ പോലും. പിന്നെ തെറ്റാണെങ്കിലോ? നമ്മളുടെ ഇസ്തിലാഹുകളിലൊക്കെ പലപ്പോഴും കുറവുകൾ ഉണ്ടായേക്കാം, ന്യൂനതകൾ വന്നേക്കാം, വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്ന പലതുണ്ട് ഉദാഹരണങ്ങൾ. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആളുകളോട് ചോദിക്കുക, ഇത് അഭൗതികമാണോ ഭൗതികമാണോ? ഭൗതിക എന്ന് പറഞ്ഞാൽ ഞങ്ങളൊപ്പം, അഭൗതിക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുറത്ത് എന്നൊന്നും പറയാൻ നമ്മൾക്ക് ലൈസൻസ് ഇല്ല, അനുവാദവുമില്ല. നേരെ മറിച്ച് ഈ ആയത്തിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാൾ മുസ്ലിമും മുശ്രിക്കാവും എന്നല്ലാതെ നമ്മൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും പ്രത്യേക വാക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരാളെയും അങ്ങനെ മുസ്ലിമാക്കാനോ മുശ്രിക്കാക്കാനോ പാടില്ല. ഒന്നിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമാക്കാനോ മുശ്രിക്കാക്കാനോ പാടില്ല. പക്ഷേ ഷിർക്കും
പിന്നെ കുഫറൊക്കെ വേർതിരിച്ചറിയാനുള്ള മാനദണ്ഡം നമ്മളുടെ ഇങ്ങനെയുള്ള ഇസ്തിലാഹുകളല്ല, മറിച്ച് ഖുർആനിലെ വചനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകളുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിലേക്ക് മടങ്ങുകയും വേണം. സഹാബിമാരുടെ അഖീദയുടെ പ്രത്യേകതയായി ഈ ആദ്യം പറഞ്ഞ 3 കാര്യങ്ങൾ, ഖുർആനിനും ഹദീസിനും പ്രാമുഖ്യം നൽകുക, അതേപോലെ തന്നെ ബുദ്ധിക്ക് പ്രാധാന്യം നൽകാതിരിക്കുക. അതിൻ്റെ അർത്ഥം നമ്മളെല്ലാവരും പൊട്ടന്മാരാകുക, ഇസ്ലാം ദീൻ ബുദ്ധിയെ ആക്ഷേപിച്ചിട്ടുണ്ട് എന്നൊന്നുമല്ല. നമ്മളുടെ ബുദ്ധിയുടെ ന്യൂനത അംഗീകരിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മളുടെ നിഗമനത്തിനും കണക്കുകൂട്ടലുകൾക്കും അപ്പുറത്താണ് ശരീഅത്തിലെ കൽപ്പനകളും നിയമങ്ങളും. അതുകൊണ്ടാണ് ഇമാം ഖത്തീബുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ അൽ ഫഖീഹ് വൽ മുത്തഫഖിഹ് എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ 100 കണക്കിന് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുകയാണ് നമ്മളുടെ കണക്കുകൾക്കും നിഗമനങ്ങൾക്കും എതിരായി ഖുർആനിലും ഹദീസിലും വന്നത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഇങ്ങനെ വരുന്നത് കൊണ്ടാണ് നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മതനിയമങ്ങൾ ആവിഷ്കരിക്കാൻ പാടില്ല, നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിൽ വിശ്വാസകാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത് എന്ന് അദ്ദേഹം ആ ചാപ്റ്ററുകൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയാൻ. അതിനൊക്കെ 100 കണക്കിന് ഉദാഹരണങ്ങൾ നമുക്കറിയാൻ പറ്റും. അഖിലിൻ്റെ ചിന്തയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല, മറിച്ച് ഖുർആനിൻ്റെ വന്നിട്ടുള്ള പ്രമാണത്തിൻ്റെ അതേപോലെ തന്നെ ഹദീസിൽ വന്നിട്ടുള്ള പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇസ്ലാം ദീൻ മനസ്സിലാക്കേണ്ടത് എന്നാണ്. അങ്ങനെയുള്ള മനസ്സിലാക്കിയ ഗ്രന്ഥങ്ങളിൽപ്പെട്ടൊരു ഗ്രന്ഥമാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അഖീദത്തുൽ തഹാവിയ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച മുതൽ നമ്മൾ ആ ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കും. അഖീദ എന്ന പേരും അതേപോലെ തന്നെ ആ തരത്തിലുള്ള പ്രത്യേകം ഒരു പഠന രീതിയൊക്കെ പിൽക്കാലത്ത് വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബിമാരുടെയും കാലത്തുണ്ടായിരുന്നില്ല. മറിച്ച് ആദ്യഘട്ടങ്ങളിലൊക്കെ പലപ്പോഴും ഉസൂലുദ്ദീൻ, മതത്തിൻ്റെ അടിത്തറകൾ പഠിക്കുക എന്നതായിരുന്നു പറയാറുള്ളത്. ഉസൂലുദ്ദീൻ എന്ന് പറയാൻ കാരണം ഫുറൂഉദ്ദീൻ വേറുണ്ട്. ഫുറൂ എന്ന് പറഞ്ഞാൽ അമലിയാത്ത്, നിസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയ കാര്യങ്ങൾ, അതാണ് ഫുറൂഉദ്ദീൻ, അസ്ല് ഈമാനിക കാര്യങ്ങൾ. പിന്നീട് താബീങ്ങളുടെ കാലഘട്ടം കഴിഞ്ഞപ്പോഴേക്ക് പറയാറുണ്ടായിരുന്നത് പലപ്പോഴും അസുന്ന എന്നാണ് അഖീദക്ക് പറയാറുണ്ടായിരുന്ന പേര്. അങ്ങനെ ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇമാം അഹ്മദ് ബിൻ ഹംബലിൻ്റെ കിതാബ് സുന്നയുണ്ട്, ഇമാം അബൂബക്കർ ഖല്ലാലിനുണ്ട്, അതേപോലെ തന്നെ മറ്റൊരുപാട് മുഹദ്ദിസുമാരായ ഇമാമികൾക്ക് കിതാബ് സുന്ന എന്ന പേരിൽ അഖീദ ഗ്രന്ഥങ്ങളുണ്ട്. അതിനു മുമ്പ് തന്നെ വന്നതാണ് ഫിഖ്ഹുൽ അക്ബർ എന്ന പേര്. ഫിഖ്ഹുൽ അക്ബർ എന്ന് പറഞ്ഞാൽ എന്താ, ആ പേരിൽ ഉള്ളതുപോലെ തന്നെ വലിയ ഫിഖ്ഹ്. അപ്പോൾ ഫിഖ്ഹ് 2 തരത്തിലുണ്ട്. ഫിഖ്ഹുൽ അക്ബർ അഖീദ, ഫിഖ്ഹുൽ അസ്ഗർ അമലിയാത്തുകൾ. ഇമാം അബൂ ഹനീഫക്ക് കിതാബുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി, ഫിഖ്ഹുൽ അക്ബർ. അപ്പോൾ അഖീദയിൽ ഗ്രന്ഥം ഉണ്ടാർക്ക് ഇമാം അഹ്മദ് ബിൻ ഹംബലിന്, അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഇമാം അബൂ ഹനീഫക്ക് ഒക്കെ അഖീദയിൽ കിതാബുണ്ട്. നമ്മളെ പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ ഇമാം അബുൽ ഹസൻ അശ്ശരി വന്നിട്ടല്ല പിന്നെ അഖീദ പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബിമാരുടെയും അഖീദ സഹാബിമാർ ഉൾക്കൊണ്ടിരുന്നു. അതിനുശേഷം ഉണ്ടായിരുന്ന താബീകളും അവരുടെ താബികളൊക്കെ ഉൾക്കൊണ്ടിരുന്നു. അവർക്ക് ഗ്രന്ഥങ്ങളും ആ വിഷയത്തിലൊക്കെ ഉണ്ടായിരുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. പിന്നീടാണ് ഇൽമു തൗഹീദ് എന്ന് വന്നിട്ടുള്ളത്. തൗഹീദ് എന്നുള്ള വാക്ക് മുആദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്ക് തന്നെ ഉണ്ടല്ലോ ആ ഹദീസിൽ. അതേപോലെ തന്നെ വേറെയും സന്ദർഭങ്ങളിൽ നമുക്ക് തൗഹീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത് കാണാൻ പറ്റും, സഹാബിമാർ പ്രയോഗിച്ചത് കാണാൻ പറ്റും. അതിൽ ഗ്രന്ഥങ്ങളുണ്ട്, പണ്ഡിതന്മാർ രചിച്ചിട്ടുണ്ട്. ഇമാം അബൂബക്കർ ഇബ്നു ഹുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി കിതാബ് തൗഹീദ് എന്ന പേര് ഗ്രന്ഥമുണ്ട്. വേറെയും ഇമാം ഇബ്നു മന്ദക്കുണ്ട്, മറ്റുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ പറ്റും കിതാബ് തൗഹീദ് എന്ന പേരിൽ. പിന്നീടാണ് ഇൽമുൽ കലാം എന്നതിന് പ്രയോഗിച്ച് വരാൻ തുടങ്ങിയത്. പക്ഷേ ഇൽമുൽ കലാം എന്ന് പിന്നീട് ആക്ഷേപകരമായ പേരായി മാറി. ഇൽമുൽ കലാമിൻ്റെ പിന്നിൽ കൂടിയ പല ആളുകളും അത് തർക്കവും ജദലും ആക്കി മാറ്റിയപ്പോൾ പിന്നീട് സുന്നത്തിൻ്റെ പണ്ഡിതന്മാർ ഇൽമുൽ കലാം എന്ന് അവരെയാണ് ഉദ്ദേശിച്ച് പറയാറുണ്ടായിരുന്നത്. യഥാർത്ഥ അഖീദയെയും തൗഹീദിനെയും സൂചിപ്പിക്കാൻ വേണ്ടി ഇൽമുൽ കലാം എന്ന് പറയാറില്ല, മറിച്ച് തർക്കശാസ്ത്രത്തിൻ്റെ ആളുകളെയാണ് ആ രൂപത്തിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടത്. അപ്പോൾ ഇൽമുൽ കലാം എന്നത് ആക്ഷേപകരമായ പഠനമായി പിൽക്കാലത്ത് പ്രതിപാദിക്കപ്പെടുകയും തൗഹീദ് അല്ലെങ്കിൽ അഖീദ എന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അഖീദയ്ക്ക് വേണ്ടി പ്രയോഗിച്ചു വരാറുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ഈ മുഖവുര ചെറിയ രൂപത്തിൽ അവസാനിപ്പിക്കുകയാണ്. വളരെ വിശാലമായി നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയമാണിത്. സഹാബിമാരുടെ അഖീദ എങ്ങനെയായിരുന്നു, അവരുടെ രീതിശാസ്ത്രം എങ്ങനെയായിരുന്നു എന്നതൊക്കെ അഖീദയുടെ ഈ മുഖവുരയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ ഇമാം തഹാവിയുടെ ഗ്രന്ഥം പഠിക്കാൻ ആരംഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മളിതുവരെ സംസാരിച്ചതിനെയും കേട്ടതിനെയും അല്ലാഹു ഒരു സാലിഹായ കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അതിനെ അല്ലാഹു നമ്മൾക്ക് നാഫിയായ ഇൽമാക്കി മാറ്റുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.